ഗൂഢാലോചന പൊളിയുന്ന ആദ്യത്തെ കേസൊന്നുമല്ല അതിജീവിതയുടേത്. അനേകം ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പ്രമാദമായ സുകുമാരക്കുറുപ്പ് കേസിൽ കുറുപ്പിൻ്റെ ഭാര്യയും ഭാര്യാ സഹോദരിയും ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു എന്ന പോലീസ് കഥ ഒരു കോടതിയും അംഗീകരിച്ചിട്ടില്ല. അവരെ രണ്ടുപേരെയും വിചാരണ കോടതി തന്നെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോൾ മുത്തൂറ്റ് വധക്കേസിൽ കോൺസ്പിറസി തന്നെ ഇല്ലായിരുന്നു എന്ന പോലീസ് ഭാഷ്യം എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? കളവായ തെളിവുകൾ പുറന്തള്ളപ്പെടുകയും യഥാർത്ഥ തെളിവുകൾ വിധിയെ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നീതി നിർവഹണത്തിൻ്റെ സുവർണ ലിപികളിൽ വിധിന്യായം രൂപപ്പെടും. ഒരു ജഡ്ജിൻ്റെ വിശ്വാസ്യത തെളിവിനും ന്യായവാദങ്ങൾക്കും ഒപ്പമായിരിക്കും. അത് ജനപ്രീതിയെയോ പൊതുജനവികാരത്തിനെയോ സുഖിപ്പിക്കുന്നതാകില്ല. വാർത്താ കച്ചവടക്കാർ ഒരു സമൂഹത്തിനെ ദിനവും തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കഥകൾ മാത്രം മെനഞ്ഞു നൽകുകയും അന്തിച്ചർച്ചകളിലെ വിധികൾ അവർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത അപകടങ്ങൾ ഒരുപാട് അവർ വിളിച്ചു കൂവിക്കഴിഞ്ഞിട്ടുണ്ടാകും. പ്രതി വന്നപ്പോൾ ജഡ്ജി എണീറ്റ് നിന്ന് തൊഴുതു എന്നൊരു ഭ്രാന്തൻ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ അത് 100 വട്ടം പ്രദർശിപ്പിക്കുകയും അതിലൂടെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി സ്വയം നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർത്ത് എസ്റ്റേറ്റ് കപട വാർത്തകളുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴങ്കഥയിൽ മെനഞ്ഞെടുക്കേണ്ടതല്ല ക്രിമിനൽ കേസുകൾ. തെളിവുകളുടെ ശക്തമായ പിൻബലമുണ്ടായിരിക്കണം. പ്രമാദമായ ഈ കേസിൽ പ്രതി ചേർത്ത ആളിനെ വിചാരണ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ രാജിവെക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന്. ഈ കേസിലെ കുറ്റക്കാരായ പ്രതികൾ സുപ്രീം കോടതിയിൽ പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർക്കെതിരെയുള്ള തെളിവ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് അല്ല, പകരം അതൊരു രേഖയാണെന്ന് ഈ കേസിൽ തന്നെ സുപ്രീം കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്.